അപ്പോഴേ ഈ വർഷത്തെ സമാധാന നോബൽ ജനാധിപത്യത്തിൻ്റെ ദീപം അണയാതെ കാക്കുന്ന ഒരു വനിതയും സുമാറ്റെ സംഘടനയുടെ സ്ഥാപകയുമായ വെനിസ്വേല പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചോഡയ്ക്കാണ്. ഇത് നോർവേയിലെ ഓസ്ലോയിലുള്ള നോബൽ പീസ് സെൻ്റർ, നോബൽ സമാധാന സമ്മാനത്തിൻ്റെയും അത് പ്രതിനിധീകരിക്കുന്ന ആദർശങ്ങളുടെയും ഒരു പ്രദർശന കേന്ദ്രമാണ്. സംസ്കാരവും രാഷ്ട്രീയവും ലയിക്കുന്ന ഒരു വേദി കൂടിയാണ് ഈ കേന്ദ്രം. ഇത് നോർവേയിലെ ഓസ്ലോയിലെ സിറ്റി ഹാൾ സ്ക്വയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാൻസെൻ പാസ്പോർട്ട് എന്ന തിരിച്ചറിയൽ രേഖയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണെന്നല്ലേ? 1922 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ നോർവേക്കാരൻ ഫ്രിഡ്റ്റ്ജോഫ് നാൻസൻ്റെ പേരിലുള്ളതാണ് നാൻസെൻ പാസ്പോർട്ട് എന്നത്. ഈ കാണുന്നത് ആ പാസ്പോർട്ടിൻ്റെ രൂപമാണ്. ഇദ്ദേഹം സാഹസിക യാത്രികൻ, ശാസ്ത്രജ്ഞൻ, നയതന്ത്രജ്ഞൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നീ നിലകളിലും പ്രസിദ്ധനായിരുന്നു. ബാല്യകാലത്ത് ഐസ് സ്കേറ്റിങ്ങിൽ അസാമാന്യ പാടവം ഇദ്ദേഹം പ്രകടമാക്കിയിരുന്നു. 1888 ഗ്രീൻലാൻഡിൻ്റെ അറിയപ്പെടാത്ത ഉൾഭാഗങ്ങളിലേക്ക് ഇദ്ദേഹം പര്യവേഷണം നയിച്ചു. അതിനുശേഷം ഇദ്ദേഹം ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഇരകളായ അനവധി അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാൻ നാൻസൻ അക്ഷീണം പ്രയത്നിച്ചു. ഈ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് 1922 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. രാജ്യം നഷ്ടപ്പെട്ട നിരവധി ജനങ്ങൾക്ക് നാൻസൻ പാസ്പോർട്ട് എന്ന തിരിച്ചറിയൽ രേഖ ലഭിക്കുകയും 50ഓളം രാജ്യങ്ങളിലേക്ക് അവർ പുനരധിവസിക്കപ്പെടുകയും ചെയ്തു. ധ്രുവ പ്രദേശങ്ങളിലെ നിരവധി പ്രദേശങ്ങൾക്ക് നാൻസൻ്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൻ്റെ അവസാന ദശകത്തിൽ അദ്ദേഹം ലീഗ് ഓഫ് നേഷൻസിന് വേണ്ടി പ്രവർത്തിച്ചു. 1921 ലീഗ് ഓഫ് നേഷൻസിൻ്റെ ഹൈ കമ്മീഷണർ ഓഫ് റെഫ്യൂജീസ് ആയിരുന്നു നാൻസൻ. ഇപ്പോഴത്തെ നൊബേൽ സമിതി അധ്യക്ഷൻ യോർഗൻ വഗ്നെ ഫ്രീഡ്നസിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. നോബൽ സമിതി യോഗം ചേരുന്ന മുറിയുടെ ചുവരുകളിൽ മുൻ ജേതാക്കളുടെ ചിത്രങ്ങളുണ്ട്. ആൽഫ്രഡ് നൊബേലിൻ്റെ വിൽപ്പത്രത്തിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ. ഇത് കണ്ടപ്പോഴാണ് ഞാൻ കഴിഞ്ഞ വർഷം ഈ സമാധാന സെൻറ്റർ സന്ദർശിച്ചതിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നിയത്.